الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتاه اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك ويمكرون ويمكر الله والله خير الماكرين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, പടച്ച റബ്ബിന് വിധേയപ്പെട്ടു അവന്റെ വിധിവിലക്കുകൾ മാനിച്ചും പാലിച്ചും പടച്ചവന്റെ ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടത്തെ വിട്ടുകൊടുത്തു തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിത ഇടപാടുകളെ നിലനിർത്തിക്കൊണ്ടു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളേവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവൻ വിലക്കിയതിൽ നിന്നൊക്കെ വിട്ടുനിന്നും അല്ലാഹു ഏകിയത് എടുത്തുകൊണ്ടും അവന്റെ ഉത്തമ അടിയാറുകളായി ജീവിച്ചു നിർവൃതിയോടുകൂടി നാഥനെ കണ്ടുമുട്ടാൻ അതുവഴി മുത്തഖീങ്ങൾക്ക് അല്ലാഹു സജ്ജമാക്കി വെച്ചിട്ടുള്ള പടച്ചവന്റെ സ്വർഗം അനന്തരമെടുക്കാൻ നമുക്കെല്ലാവർക്കും നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മുസ്ലിം ലോകം ഒരു പുതിയ ഹിജറ വർഷത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ സന്ദർഭത്തിലാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ആദരണീയമാക്കപ്പെട്ട മുഹറം മാസം അള്ളാഹുവിന്റെ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മാസം കൂടിയാണ്. യുദ്ധം നിരോധിക്കപ്പെട്ട 4 മാസങ്ങളിൽ പവിത്ര മാസങ്ങളിൽ ഉൾപ്പെട്ട മുഹറം മാസത്തിന്റെ ആദ്യ നാളുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക കലണ്ടറിന് അടിസ്ഥാനമായി നിശ്ചയിക്കപ്പെട്ട പ്രവാചക ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും നാദി കുറിച്ച ഹിജറ എന്ന് പറയുന്ന ഒരു മഹാത്യാഗത്തെ ഓർക്കാതെ ആ ഹിജറയിൽ നിന്നും വിശ്വാസികൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ അനുസ്മരിക്കാതെ ഒരു മുഹറം കടന്നു പോവുക എന്നത് ഒരിക്കലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉചിതമാകില്ല എന്ന അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഹിജറ എന്ന മഹാത്യാഗത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന സംഗതികൾ ഈ കാലഘട്ടത്തിലെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ അനിവാര്യമായും
ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബെ കിറാമിന്റെയും ഹിജറ ഒരിക്കലും ഒരു തീർത്ഥയാത്രയായിരുന്നിട്ടില്ല. അതൊരു കേവല പാലായനമായിരുന്നിട്ടില്ല. നമുക്കറിയാം, ഹജ്ജ് എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു തീർത്ഥയാത്രയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഹറം സ്ഥിതി ചെയ്യുന്ന മക്ക ഉപേക്ഷിച്ചുകൊണ്ടാണ് യസ്രിബിലേക്ക് ഹിജറ പോകുന്നത്. പ്രവാചകനും അനുയായികളും ഹിജറ ചെയ്ത് എത്തിയതിനു ശേഷമാണ് യസ്രിബ് മദീനത്തുൻ നബി ആകുന്നത്. അതിനു മുമ്പ് മദീനയും മസ്ജിദും അവിടെ ഉണ്ടായിരുന്നില്ല. യസ്രിബ് മദീനത്തു റസൂലാകുന്നതും പ്രവാചകന്റെ പള്ളി മസ്ജിദുൻ നബവി അവിടെ പടുത്തുയർത്തപ്പെടുന്നതും ഹിജറയെ തുടർന്നാണ്, ഹിജറയ്ക്ക് ശേഷമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പുനർനിർമ്മിച്ച വിശുദ്ധ മന്ദിരം, പരിശുദ്ധ കഅബാലയം സ്ഥിതി ചെയ്യുന്ന മക്ക എന്ന ഉമ്മുൽ ഖുറ എന്നറിയപ്പെടുന്ന, നഗരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന നാട് വിടുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഹിജറയിൽ സംഭവിക്കുന്നത്. അത് ആദർശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള, ഇസ്ലാമിക സമൂഹത്തിന്റെ അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു മഹാ ത്യാഗയാത്രയായിരുന്നു, അല്ലാതെ ഒരു കേവല തീർത്ഥയാത്രയായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ആദർശ പ്രബോധക സംഘത്തെ സംബന്ധിച്ചിടത്തോളം ആ ആദർശത്തിന്റെ മാർഗത്തിൽ അവർ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പുതിയ വഴികൾ, പുതിയ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടും എന്ന ഒരു വലിയ പ്രതീക്ഷ പ്രവാചകന്റെയും അനുയായികളുടെയും ഹിജറ എല്ലാ കാലത്തുമുള്ള വിശ്വാസികൾക്ക് പകർന്നു നൽകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസികൾ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ഒരു പ്രബോധക സംഘമാണ്. ഒരു പ്രബോധക സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിൽ പ്രതിസന്ധികൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കേണ്ടവരല്ല. ജീവിതം മുന്നോട്ട് പോകുമ്പോൾ, ഇസ്ലാമിക ദൗത്യ നിർവഹണവുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അഭിമുഖീകരിക്കേണ്ട പ്രതിസന്ധികൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കേണ്ടവരല്ല വിശ്വാസികൾ. പരിഭ്രമിച്ച് പിന്മാറേണ്ടവരുമല്ല, മറിച്ച് സ്വന്തം ദൗത്യമാർഗത്തിൽ പുതിയ വഴികൾ വെട്ടിത്തെളിയിക്കേണ്ടവരാണ് വിശ്വാസികൾ. വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ എവിടെയാണെങ്കിലും അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു കൃത്യമായ ലക്ഷ്യം അവർക്കുണ്ട്, ഉണ്ടാകണം. അഥവാ ദിക്കും ദിശയും ലക്ഷ്യവുമില്ലാത്തവരല്ല മുഅ്മിനുകൾ. സമൂഹത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ആറ്റിലൊഴുകുന്ന കൃമികീടങ്ങളെ പോലെ, അതല്ലെങ്കിൽ കാറ്റിൽ പറക്കുന്ന ചപ്പുചവറുകളെ പോലെ യാന്ത്രികമായി ചലിക്കുന്നവരല്ല ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത ഒരു ദൗത്യമേൽപ്പിക്കപ്പെട്ട ഉമ്മത്താണ് മുസ്ലിം ഉമ്മ. ഖൗമും മഅ റിസാലയാണ്. കേവലമായ ഒരു ജനവിഭാഗമല്ല മുസ്ലിം ഉമ്മ എന്ന് പറയുന്നത്. ഖൗമും മഅ റിസാലയാണ്. ദൗത്യമുള്ള സമുദായമാണ് മുസ്ലിം ഉമ്മ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ദീനിന്റെ നന്മകൾ അത് ജനങ്ങൾക്ക് അറിയാനും അനുഭവിക്കാനും അവസരമൊരുക്കുക. അങ്ങനെ ജനങ്ങൾക്ക് റബ്ബിന്റെ ദീനിന്റെ നന്മകൾ അറിയാനും അനുഭവിക്കാനും അവസരം ലഭിക്കുന്ന വിധത്തിൽ ഒരു സാമൂഹിക ക്രമം സ്ഥാപിക്കുക. അതിനാരൊക്കെ എന്തൊക്കെ പേര് പറഞ്ഞാലും ശരി, വിശുദ്ധ ഖുർആൻ വരച്ചു കാണിക്കുന്ന നീതിയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ക്രമം, പ്രിയമുള്ളവരെ, അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ 23 വർഷക്കാലത്തെ ജീവിതത്തിലൂടെ നമുക്ക് പ്രാക്ടിക്കലായി പകർന്നു തന്നത്. മക്കയിൽ റസൂലുള്ള കഴിഞ്ഞുകൂടിയ 13 വർഷം, നുബുവത്തിന് ശേഷമുള്ള 13 വർഷം, ആ സാമൂഹിക ക്രമത്തിന് ആവശ്യമായ വിഭവത്തെ സജ്ജമാക്കി റസൂലുള്ള. ആ വിഭവ ശക്തിയെ ഒരു ഘട്ടമായപ്പോ മദീന മണ്ണിലേക്ക് പറിച്ചു നട്ടു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുങ്ങിയത് 2 വർഷം മുമ്പ് മുതൽ തന്നെ അങ്ങനെ പറിച്ചു നടാൻ വേണ്ടി മദീനയുടെ മണ്ണിനെ പാകപ്പെടുത്തിയെടുത്തു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓറിയന്റലിസ്റ്റുകളുടെ ചരിത്ര രചനയിൽ സംഭവിച്ചു പോയ വലിയൊരു അബദ്ധമുണ്ട്.
ഹിജറ പ്രവാചകൻ പെട്ടെന്നെടുത്തൊരു തീരുമാനമായിരുന്നു. പ്രവാചകനെ വധിക്കാൻ വേണ്ടി ശത്രുക്കൾ ശ്രമിച്ചപ്പോൾ വധശ്രമത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള പ്രവാചകന്റെ ഒരു ഒളിച്ചോട്ടമായിരുന്നു ഹിജറ എന്നത് ഓറിയന്റലിസ്റ്റുകൾ നൽകിയ ദുർവ്യാഖ്യാനമാണ് ഹിജറക്ക്. പ്രവാചകന്റെ ഹിജറ അങ്ങനെ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു ഒളിച്ചോട്ടമായിരുന്നില്ല. ഇസ്ലാമിന്റെ ഒരു സാമൂഹിക ക്രമത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള ഒരു മുന്നേറ്റമായിരുന്നു ഹിജറ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രവായന നമ്മളെ പഠിപ്പിക്കുന്നത്. ചുരുങ്ങിയത് 2 വർഷം മുമ്പ് മുതൽ തന്നെ ഈ മക്കയിൽ പാകപ്പെട്ടു വരുന്ന ഇസ്ലാമിക സമൂഹത്തെ പറിച്ചു നടാൻ മദീനയുടെ മണ്ണും മദീനക്കാരുടെ മനസ്സിനെയും പാകപ്പെടുത്തിയെടുത്തു റസൂലുള്ളാഹ്. 1-ാം അഖബ ഉടമ്പടിക്ക് ശേഷം മിസ്അബ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ ഒരു പ്രബോധകന്റെ അവിരാമമായ അധ്വാന പരിശ്രമത്തിലൂടെ കൊച്ചു മദീനയിൽ അല്ലെങ്കിൽ യസ്രിബിൽ ഇസ്ലാമിക ആദർശത്തിനും അതിന്റെ അനുയായികൾക്കും സംരക്ഷകരെ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. എന്ന് പറഞ്ഞാൽ മദീനയുടെ മണ്ണും മദീനയുടെ മനസ്സും ഇസ്ലാമിക സമൂഹത്തെ സ്വീകരിക്കാൻ പാകപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ പാകപ്പെട്ട മണ്ണിലേക്കാണ് പടച്ചവന്റെ കൽപ്പന പ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആദർശത്തെ അഥവാ ഇസ്ലാമിക ആദർശത്തെയും ഇസ്ലാമിക സമൂഹത്തെയും പറിച്ചു നടുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പറിച്ചു നട്ട ആ സമൂഹമാണ് പതുക്കെ വേര് പിടിച്ച് വളർന്നു വലിയ വടവൃക്ഷമായി ജസീറത്തുൽ അറബിലുടനീളം വ്യാപിച്ച് പിന്നെ ലോകത്തേക്ക് പടർന്ന് പന്തലിക്കുന്നത് എന്ന് പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കും. അതിലേക്കുള്ള വളരെ കരുതലോടുകൂടിയുള്ള വളരെ ആസൂത്രണത്തോടു കൂടിയുള്ള വളരെ ശ്രദ്ധേയമായ ഒരു ചുവടുവെപ്പായിരുന്നു പ്രവാചകന്റെയും അനുയായികളുടെയും മക്കയിൽ നിന്നുള്ള മദീനയിലേക്കുള്ള ഹിജറ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന വിശ്വാസികൾക്കൊക്കെയും ഒരുപാട് പഠിക്കാനും പകർത്താനുമുണ്ട് ഹിജറയിൽ നിന്ന് പ്രിയമുള്ളവരെ. എന്താണ് ഹിജറ നൽകുന്ന പാഠങ്ങൾ? ഹിജറ നൽകുന്ന പാഠങ്ങളിൽ ഏറ്റവും പ്രധാനം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കേണ്ടത് പടച്ചവനും പ്രവാചകനും പടച്ചവന്റെ മാർഗത്തിലെ ദീനീ മാർഗത്തിലെ പരിശ്രമങ്ങളുമാണെന്ന പാഠമാണ്. അതിലൊന്നാമത്തെ പാഠം അതാണ്. പരിശുദ്ധ ഖുർആൻ വരച്ചു വെക്കുന്ന ഒരു വിശ്വാസിയുടെ ചിത്രമുണ്ടല്ലോ. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗ്ഗത്തിന് പകരം ജീവധനാദികൾ നാഥന് വിറ്റവരും വിട്ടുകൊടുത്തവരുമാണ് വിശ്വാസികൾ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ വിശ്വാസികളുടെ ചിത്രം വരച്ചു വെക്കുന്നുണ്ട്. ഈ വിശേഷണത്തെ വിശ്വാസികളെ കുറിച്ചുള്ള വിശുദ്ധ ഖുർആനിന്റെ ഈ വിശേഷണത്തെ ജീവിതം കൊണ്ട് തെളിയിച്ചു കാണിക്കുകയായിരുന്നു ഹിജറ ചെയ്ത വിശ്വാസികൾ നമ്മൾ കാണുന്നത്. സുഹൈബ് റൂമിയുടെയും ഉമ്മു സലമയുടെയും ഒക്കെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ട് മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുന്ന മുഹാജിറുകൾ അവർ ജീവിതത്തിൽ അവർക്ക് പ്രിയപ്പെട്ടതായി എന്തൊക്കെ ഉണ്ടായിരുന്നോ, പിറന്ന നാട്, ജനിച്ചു വളർന്ന വീട്, അടുത്ത ബന്ധുക്കൾ, കൃഷിയിടങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, അവർ പണിപ്പെട്ടുയർത്തിയ ഭവനങ്ങൾ, അങ്ങനെ ദുനിയാവിൽ ഒരു മനുഷ്യന് എന്തൊക്കെ പ്രിയപ്പെട്ടതായിട്ടുണ്ടോ അതൊക്കെയും വേണ്ടെന്ന് വെക്കുകയാണ്. അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും മാർഗത്തിൽ അവരുടെ ഹിജറ അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കുമായിരുന്നു. ഇത് മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാകാതെ പോകുന്നത് അതാണ്. മക്കയുടെ മണ്ണിൽ പതിഞ്ഞിരുന്ന പല പാദങ്ങളും മക്കയുടെ മണ്ണിൽ പതിയാതായപ്പോ സ്വാഭാവികമായ മുശ്രിക്കുകൾ ആഹ്ലാദിക്കുകയാണല്ലോ ചെയ്യേണ്ടത്. കാരണം മക്ക വിശ്വാസികളിൽ നിന്നും സ്വതന്ത്രമാവുകയാണല്ലോ, മക്ക അവരുടേത് മാത്രമായി മാറുകയാണല്ലോ. പക്ഷേ മക്കയുടെ മണ്ണിൽ പതിഞ്ഞിരുന്ന വിശ്വാസിയുടെ പാദങ്ങൾ മക്കയുടെ മണ്ണിൽ പതിയാതാകുമ്പോ വിശ്വാസികൾ മക്ക വിട്ടു പോകുമ്പോൾ അതിൽ ആഹ്ലാദിക്കേണ്ടതിന് പകരം മുശ്രിക്കുകൾ അമ്പരക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവരമ്പരക്കുകയാണ്. കാരണം വിശ്വാസികൾ മരിച്ചു തീരുകയല്ല, മനപരിവർത്തനം സംഭവിച്ച് തിരിച്ചു വരികയുമല്ല. അവര് നാടും വീടും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാം മക്കയിൽ വിട്ടെറിഞ്ഞുകൊണ്ട് അവർ അഭയാർത്ഥികളെ പോലെ അലമുറയിട്ടുകൊണ്ടല്ല അവർ പോകുന്നത്. മറിച്ച് അന്തസ്സോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വിശ്വാസികൾ മക്ക വിടുന്നത്. കാരണം അതൊരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണെന്ന്, അതൊരു അഭയാർത്ഥി പ്രവാഹമല്ലെന്ന്, അതൊരു കേവല പലായനമല്ലെന്ന്, ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണെന്ന ഉറച്ച ബോധ്യത്തോടു കൂടി വമ്പിച്ച അന്തസ്സോടും ആത്മാഭിമാനത്തോടും കൂടിയാണ് മക്ക വിടുന്നത് വിശ്വാസികൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് ഖുറൈശികൾ അടിയന്തരമായ യോഗം വിളിച്ചു കൂട്ടുന്നത് ദാറുൻ നദ്വയിൽ. ഈ വിശ്വാസികളുടെ മക്കയിൽ നിന്നുള്ള ഒഴിച്ചുപോക്ക് സത്യനിഷേധികളിൽ അമ്പരപ്പുണ്ടാക്കുകയാണ്.
ഓരോ സത്യവിശ്വാസിയുടെയും മദീനയിലേക്കുള്ള ഹിജ്റയിൽ പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു തിരിച്ചുവരവിന്റെ ഭീഷണി ഉണ്ടെന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിലയിരുത്തുകയാണ്. കൊച്ചു മദീനയിൽ ഈ സംഘം ശക്തി പ്രാപിച്ചാൽ അത് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഇവരെ പിന്തിരിപ്പിക്കാനുള്ള അവരുടെ എല്ലാ ശ്രമങ്ങളും പാഴാവുകയാണ്. സാമ്പത്തിക നഷ്ടമാകുന്ന ഓലപ്പാമ്പ് കാണിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു മഹാനായ സുഹൈബ് റൂമിയെ. നീ മക്കയിലേക്ക് വരുമ്പോൾ നീ വളരെ ദരിദ്രനായ അവസ്ഥയിൽ, നിസ്സനായ അവസ്ഥയിലാണ് മക്കയിലേക്ക് വന്നത്. മക്കയിലെ അനുകൂലമായ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നീ ഇവിടെ കച്ചവടം ചെയ്ത് വലിയ സമ്പന്നനായിട്ടുണ്ട്. ഈ മക്കയിൽ നിന്നും നേടിയെടുത്ത സമ്പത്തും കൊണ്ട് മദീനയിലേക്ക് പോകാൻ നിന്നെ അനുവദിക്കയില്ല എന്ന് പറയുമ്പോ ആ സമ്പത്ത് മുഴുവനും മക്കയിൽ വിട്ടേച്ചുകൊണ്ട് തന്റെ സമ്പത്ത് എവിടെയൊക്കെ ഉണ്ട് എന്ന് കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് മദീനയിലേക്ക് പോവുകയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കുടുംബം മക്കയിലാണ്, ഭർത്താവ് മക്കയിലാണ്, ഭർത്താവ് അവിശ്വാസിയാണ്. സ്വന്തം കുഞ്ഞിനെ വിട്ടു നൽകാൻ ഭർത്താവിന്റെ കുടുംബക്കാർ സമ്മതിക്കുന്നില്ല. അങ്ങനെ കുഞ്ഞിനെയും ഭർത്താവിനെയും ഒക്കെ ത്യജിച്ചുകൊണ്ട് അവർ ഒറ്റക്ക് മദീനയിലേക്ക് പോവുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇവരെ പിന്തിരിപ്പിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളെയും മറികടന്നുകൊണ്ട് സത്യവിശ്വാസികൾ മദീനയിലേക്ക് പോകുമ്പോ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ഓരോ യാത്രയും മക്കയിലെ മുശ്രിക്കുകൾക്ക് വലിയ ആദിയും അമ്പരപ്പും ഉണ്ടാക്കുകയാണ്. അവസാനം അവർ കണ്ട വഴി, ഇതിന് തടയിടാൻ അവർക്ക് കണ്ട വഴി, ഭാവിയിൽ ഇവർ ഭീഷണിയാവാതിരിക്കാൻ ഇവർ കണ്ട വഴി എന്ന് പറയുന്നത് പ്രവാചകനെ ഹിജ്റയിൽ നിന്നും തടയുക എന്നതായിരുന്നു. അനുയായികളൊക്കെ ഏതാണ്ട് പോയി കഴിഞ്ഞു. റസൂലുള്ള ഒരു കാരണവശാലും അവരുടെ കൂടെ ചെന്ന് മക്കയിൽ അവരുടെ കൂടെ ചെല്ലാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ദാറുൻ നദവയിൽ യോഗം കൂടുന്നത്. ദാറുൻ നദവയിൽ മക്കയിലെ മുശ്രിക്കുകൾ ഒരുമിച്ച് കൂടി യോഗത്തിന്റെ ഏക അജണ്ട എന്ന് പറയുന്നത് മാത്രമായിരുന്നു. അനുയായികളൊക്കെ ഏകദേശം പോയി കഴിഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ ആളുകൾ മാത്രമേ മക്കയിൽ ഇനി ബാക്കിയുള്ളൂ. മുഹമ്മദും കൂടി മക്ക വിട്ട് കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന അപകടം നിയന്ത്രണാതീതമായിരിക്കുമെന്ന ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് ഒരവസാന തീരുമാനമെടുക്കുന്നതിന് വേണ്ടി അവർ ദാറുൻ നദവയിൽ കൂടിയാലോചനകളിൽ ഏർപ്പെടുന്നത്. അല്ലാതെ പ്രവാചകൻ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഹിജ്റ ഒരുങ്ങിയതല്ല. പ്രവാചകനെ ഹിജ്റയിൽ നിന്ന് തടയുന്നതിന് വേണ്ടി പ്രവാചകനെ നേരിടാൻ, ആ ഹിജ്റയിൽ തടയാൻ വേണ്ടിയുള്ള യോഗമാണ് ദാറുൻ നദവയിൽ ചേരുന്നത്. അതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് അംഫാലിലെ 30-ാമത്തെ ആയത്തിൽ പറയുന്നത്, വൈദ് യംകുറു ബികല്ലദീന കഫറു ലിയുസ്ബിതുക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക. സത്യനിഷേധികൾ തന്ത്രം മെനഞ്ഞ സന്ദർഭം. ഒന്നുകിൽ താങ്കളെ തടവിലാക്കാൻ, ചങ്ങലയിൽ ബന്ധിക്കാം, അങ്ങനെ ആജീവനാന്തം ഒരിടത്ത് ചങ്ങലയിൽ തളച്ചിടാം. ഇതായിരുന്നു ഒരു നിർദ്ദേശം, പ്രവാചകനെ ഹിജ്റയിൽ തടയാൻ. പക്ഷേ ആ നിർദ്ദേശം പാസ്സാകുന്നില്ല. കാരണം അത് അപ്രായോഗികമാണ് എന്നാണ് ഭൂരിപക്ഷം ആളുകളും പറയുന്നത്. കാരണം പ്രവാചകന്റെ അനുയായികൾ ജീവൻ ബലിയർപ്പിച്ചു റസൂലുള്ളാഹിനെ രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടുത്തും എന്നത് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അപ്പൊ രണ്ടാമത്തെ മറ്റൊരു നിർദ്ദേശം വരുന്നുണ്ടാവും, എങ്കിൽ നമുക്ക് പ്രവാചകനെ മക്കയിൽ നിന്നും പുറത്താക്കാം, മദീനയല്ലാത്ത മറ്റൊരു നാട്ടിലേക്ക് പ്രവാചകനെ നാട് കടത്താം എന്നതായിരുന്നു രണ്ടാമത്തെ നിർദ്ദേശം. പക്ഷെ അതും സ്വീകാര്യമാകുന്നില്ല. കാരണം മുഹമ്മദിന്റെ മാസ്മരികമായ ശക്തിയുള്ള, അത്യാകർഷണ ശേഷിയുള്ള സംഭാഷണം ആരെയും ആകർഷിക്കാൻ പര്യാപ്തമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സുകളെ വശീകരിക്കാൻ മുഹമ്മദ് അതിസമർത്ഥനാണ്. അവൻ ചെല്ലുന്നിടത്തെ ജനങ്ങളെയൊക്കെ അവന്റെ ആളുകളാക്കി മാറ്റിയാൽ നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ആ അനുയായികളെ എണ്ണം ഇങ്ങനെ കൂടി വന്നാൽ, അങ്ങനെ അവരെല്ലാവരും കൂടി മക്കയെ ഒന്ന് തിരിച്ചാക്രമിക്കാൻ ശ്രമിച്ചാൽ നമുക്കൊരിക്കലും അവരെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ നിർദ്ദേശവും തള്ളപ്പെടുകയാണ്. അവസാനം അബൂജഹലിന്റെ നിർദ്ദേശത്തിനാണ് അംഗീകാരം ലഭിക്കുന്നത്. അതെന്താണ്? താങ്കളെ വധിച്ചു കളയുവാൻ, അങ്ങ് തീർത്തേക്കുക. അതോടുകൂടി എന്നേക്കുമായി ഈ ശല്യം അങ്ങ് അവസാനിക്കുമല്ലോ. ഈ നിർദ്ദേശമാണ് അവസാനമായ യോഗത്തിൽ പാസ്സാകുന്നത്. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്, ഒരു പ്രശ്നം ബാക്കിയുണ്ട്. എന്താ? ആരാ വധിക്കുക? ഇന്നത്തെ പോലെ കൊട്ടേഷൻ ടീമൊന്നും ഇല്ലാത്ത കാലമാണല്ലോ. മക്കയിലെ പ്രബലമായ അബ്ദുമനാഫ് ഗോത്രമാണ് റസൂലുള്ളാഹിന്റേത്. കഅബയുടെ സംരക്ഷകരാണവർ. ഗോത്രപരമായ പക നൂറ്റാണ്ടുകളോളം നീണ്ടു നിൽക്കുന്ന സംഘടനകൾക്ക് കാരണമായിരുന്ന കാലമാണ്. പക്ഷേ അബൂജഹലിന്റെ അടുത്ത് അതിനും പരിഹാരമുണ്ട്. മക്കയിലെ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ചെറുപ്പക്കാർ, അങ്ങനെ എല്ലാവരും ചേർന്ന് മുഹമ്മദിന്റെ കഥ കഴിക്കുക. അങ്ങനെ ആ രക്തത്തിൽ, മുഹമ്മദിന്റെ രക്തത്തിൽ എല്ലാ ഗോത്രങ്ങളും പങ്കാളികളാകുമ്പോ
എല്ലാവരോടും കൂടി ഒന്നിച്ച് പകരം ചോദിക്കാൻ അബ്ദുമനാഫ് ഗോത്രത്തിന് സാധിക്കുകയില്ല. അങ്ങനെ ആ ഒരു തീരുമാനമാണ്, ആ ഒരു അഭിപ്രായമാണ്, അതിവിദഗ്ധമായ അഭിപ്രായത്തിനാണ് അവിടെ അംഗീകാരം ലഭിക്കുന്നത്. ഓരോ ഗോത്രത്തിൽ നിന്നും ഏറ്റവും പ്രാപ്തരായ ഓരോ ചെറുപ്പക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൊലയാളി സംഘത്തിന് ആ യോഗത്തിൽ വെച്ച് രൂപം നൽകുകയാണ്. അതാണ് ഖുർആൻ പറഞ്ഞു വയംകുറൂന വയംകുറുല്ലാഹ്. അവർ അവരുടേതായ തന്ത്രം പ്രയോഗിക്കുകയാണ്. പക്ഷേ പടച്ചവന്റെ തന്ത്രവും പ്രയോഗിച്ചു. വയംകുറൂന വയംകുറുല്ലാഹ്. അവർ തന്ത്രം പ്രയോഗിക്കുന്നു പ്രവാചകരെ താങ്കൾക്കെതിരിൽ, അള്ളാഹുവിന്റെ തന്ത്രവും പ്രയോഗിക്കുന്നു. പക്ഷേ ഒരു കാര്യം അവർക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി മുശ്രിക്കുകൾക്ക് ഉണ്ടായില്ല. അതെന്താണ്? വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. ആ ആയത്തിന്റെ അവസാനം അല്ല പറയാണ് വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഏറ്റവും മികച്ച തന്ത്രജ്ഞൻ പടച്ചവനാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കില്ലാതെ പോയി. അങ്ങനെ അവർ പ്രവാചകനെ വധിക്കാൻ വേണ്ടി വീട് വളയുന്ന അതേ ദിവസം തന്നെ അവരുടെ കൺമുന്നിലൂടെ തന്നെ റസൂലുള്ളാഹിനെ മക്കൾക്ക് പുറത്തു കടത്തണമെന്ന് അള്ളാഹ് തീരുമാനിക്കുകയാണ്. അള്ളാഹ്ക്ക് റസൂലിനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കൊണ്ടുപോകാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. ഒരു ദിവസത്തെ ഒരു രാത്രിയിൽ മിഅ്റാജ് രാവിൽ മസ്ജിദുൽ ഹറമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് 7ാം ആകാശത്തേക്കും പ്രവാചകനെ ജിബ്രീലിനെ കൊണ്ടുവരിപ്പിച്ച, അല്ലെങ്കിൽ ജിബ്രീലിനെ അയച്ചുകൊണ്ട് പ്രവാചകനെ കൊണ്ടുവന്ന പ്രവാചകന് അള്ളാഹുവിന് നിമിഷ നേരം കൊണ്ട് വേണമെങ്കിൽ മക്കയിൽ നിന്നും പ്രവാചകനെ മദീനയിലേക്ക് എത്തിക്കാനുമായിരുന്നു. പക്ഷെ അള്ളാഹ് തീരുമാനിച്ചത് വയംകുറൂന വയംകുറുല്ലാഹ്. അവർ തന്ത്രം പ്രയോഗിക്കട്ടെ താങ്കൾക്കെതിരെ. വയംകുറുല്ലാഹ്, നാം നമ്മുടെ തന്ത്രവും പ്രയോഗിക്കും. അള്ളാന്റെ തന്ത്രവും പ്രയോഗിച്ചു. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. ആരുടെ തന്ത്രമാണ് ഏറ്റവും മികച്ചത്? തന്ത്രജ്ഞനിൽ ഏറ്റവും മികച്ചവൻ ആരാണ് എന്ന് അവർ കണ്ടറിയണല്ലോ. അതാണ് ഊരിപ്പിടിച്ച വാളുമായി മക്കയിലെ മുഴുവൻ ഗോത്രങ്ങളുടെയും ഏറ്റവും പ്രാപ്തരായ ചെറുപ്പക്കാരായ പ്രതിനിധികൾ പ്രവാചകന്റെ തലയെടുക്കാൻ കാത്തുനിന്ന അതേ രാത്രിയിൽ തന്നെ റസൂലുള്ളാഹിനെ മക്കൾക്ക് പുറത്തു കടത്തണമെന്നത് അള്ളാഹുവിന്റെ തീരുമാനമായിരുന്നു. ഷാഹത്തിൽ വുജൂഹ്, മുഖങ്ങൾ വികൃതമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിടി മണ്ണ് വാരി തന്റെ തലയെടുക്കാൻ കാത്തു നിൽക്കുന്ന മുശ്രിക്കുകളുടെ മുഖത്തേക്ക് എറിഞ്ഞുകൊണ്ടാണ് റസൂലുള്ള വീട് വിട്ടിറങ്ങുന്നത്. സൂറത്ത് യാസീന്റെ ആരംഭത്തിൽ അല്ലാഹു പറഞ്ഞല്ലോ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. അവരുടെ മുന്നിലും പിന്നിലുമൊക്കെ അല്ലാഹു മറകൾ സൃഷ്ടിക്കുകയാണ്. ഫഅഗ്ശൈനാഹും, അവർക്ക് മൂടികൾ ഇടുകയാണ്. ഫഹും ലാ യുബ്സിറൂൻ, അതുകൊണ്ട് അവർക്ക് കാണാൻ കഴിയുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭവനത്തിന് പുറത്ത് കാവൽ നിൽക്കുന്ന കൊലയാളി സംഘം, പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കണം. 6ാം നൂറ്റാണ്ടിലെ പ്രാകൃതരെന്നും അപരിഷ്കൃതരെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആ ജാഹിലിയ അറബികളുടെ ഒരു മൂല്യബോധം ഉണ്ടല്ലോ, അതുകൂടി അവിടെ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ആ മൂല്യബോധം? ഉറങ്ങുന്നവനെ വധിക്കാൻ അവരുടെ മൂല്യബോധം അവർ അനുവദിക്കുന്നില്ല എന്നതാണ്. ഉറങ്ങുന്നവനെ വധിക്കാൻ അവരുടെ മൂല്യബോധം അവർ അനുവദിക്കുന്നില്ല എന്നാണ്. പരിഷ്കൃതമെന്ന് വീമ്പ് നടിക്കുന്ന ആധുനിക ലോകത്ത് പതിയിരുന്ന് കൊല്ലുകയും വഞ്ചനയിൽ കഥകഴിക്കുകയും പ്രതിയോഗികളുടെ പെണ്ണുങ്ങളെ കൂട്ടബലാത്സംഗം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാതത്തിൽ ഉറക്കമുണർന്ന് പുറത്തിറങ്ങുന്നത് വരെ മുശ്രിക്കുകൾ കാത്തു നിൽക്കുന്ന ആ ഒരു മൂല്യബോധമുണ്ടല്ലോ, അത് നമ്മൾ കാണുകയാണ്. ഇനി രണ്ടാമത്തേത് നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷപ്പെട്ടതറിഞ്ഞ ദേഷ്യത്തിന് അവിടെ വിരിപ്പിൽ പകരം കിടത്തിയിരുന്ന അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ അതിനും അവരുടെ മൂല്യബോധം അനുവദിക്കുന്നില്ലല്ലോ. ഇതുപോലെ പ്രിയമുള്ളവരെ അവിശ്വസനീയമെന്ന് ആധുനിക സമൂഹത്തിന് തോന്നാവുന്ന ഒരുപാട് സന്ദേശങ്ങൾ ഹിജ്റ ബാക്കിയാക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ മക്കയിലെ മുശ്രിക്കുകളുടെ വിലപിടിപ്പുള്ള മുതലുകൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. റസൂലുള്ളാഹി അവരുടെ ആദർശ ശത്രുവാണ്, കടുത്ത പ്രതിയോഗിയാണ്, തങ്ങൾ വധിക്കാൻ വേണ്ടി തീരുമാനമെടുത്തവനാണ്. പക്ഷേ അവർക്ക് വിശ്വസിക്കാൻ കൊള്ളുന്നവനാണ് പ്രവാചകൻ. റസൂലിന്റെ വ്യക്തി വിശുദ്ധി വിരോധികൾക്ക് പോലും അംഗീകരിക്കേണ്ടി വന്ന വിശുദ്ധിയാണ്. അൽ അമീൻ എന്ന വിശേഷണം അത് വിശ്വാസികൾ നൽകിയതല്ല പ്രവാചകന്. അൽ അമീൻ വിശ്വാസികൾ നൽകിയ വിശേഷണമായിരുന്നില്ല, മുശ്രിക്കുകൾ നൽകിയ വിശേഷണമാണ്. എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ വ്യക്തി വിശുദ്ധി വിരോധികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയുമായിരുന്നു എന്നതാണ്, നുബുവത്തിന്റെ മുമ്പും നുബുവത്തിന് ശേഷവും. അതുകൊണ്ടാണ് അബൂജഹലിന് പറയേണ്ടി വന്നത് മുഹമ്മദേ ഇന്നാലാ നുകദ്ദിബു ബിക നുകദ്ദിബു മാ ജിഇത ബിഹി. നിന്നെ ഞങ്ങൾ നിഷേധിക്കുന്നില്ല, നിന്റെ ജീവിത വിശുദ്ധിയെ, നിന്റെ സത്യസന്ധതയെ, നിന്റെ വിശ്വാസ്യതയെ നിഷേധിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. നീ കൊണ്ടുവന്നതുണ്ടല്ലോ, നീ കൊണ്ടുവന്നതിനെയാണ് ഞങ്ങൾ നിഷേധിക്കുന്നത് എന്ന് അബൂജഹലിന് പറയേണ്ടി വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം, നമ്മുടെയൊക്കെ ജീവിത വിശുദ്ധി വിലയിരുത്തപ്പെടണം ഇത് വെച്ചുകൊണ്ട്. വിരോധികൾക്ക് പോലും ശത്രുക്കൾക്ക് പോലും യോജിക്കാൻ കഴിയുന്ന ഒരു വിശുദ്ധ വ്യക്തിത്വം
ഒരു വിശുദ്ധ വ്യക്തിത്വം, ഒരു ബഹുസ്വര സമൂഹത്തിൽ, ഒരു പ്ലൂറൽ സൊസൈറ്റിയിൽ വിശ്വാസികൾ വളർത്തിയെടുക്കേണ്ട വ്യക്തിത്വം അതാണ് പ്രിയപ്പെട്ടവരെ. മറ്റുള്ളവരുടെ കയ്യിലുള്ളത് കൈക്കലാക്കാൻ എന്ത് കുതന്ത്രവും പ്രയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ചതിയും വഞ്ചനയും ഒക്കെ വ്യാപകമായ, ആരെയും വിശ്വസിക്കാൻ വകയില്ലാത്ത ഒരു കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടിപ്പിക്കുന്ന സത്യസന്ധതയുടെ, വിശ്വസ്തതയുടെ ചിത്രമുണ്ടല്ലോ, ഹിജ്റയിൽ നിന്നും വിശ്വാസികൾ പഠിക്കേണ്ട പാഠം കൂടിയാണ്. തന്നെ വധിക്കാൻ വീട് വളഞ്ഞ ശത്രുക്കളുടെ സൂക്ഷിപ്പ് മുതലുകൾ തിരിച്ചു കൊടുക്കാൻ അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചിട്ടാണ് പ്രവാചകൻ പുറപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തങ്ങളുടേതൊക്കെ മക്കയിൽ ഉപേക്ഷിച്ചു പോകാൻ നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ പോലും വിശ്വാസികളുടെ സ്വത്ത്, അവരുടെ മുതൽ, അവരുടെ കൃഷിയിടങ്ങൾ, അവരുടെ പാർപ്പിടം, അവരുടെ കച്ചവടം, അതൊക്കെ മക്കയിൽ വിട്ടേച്ചു പോവുകയാണ്. എന്നിട്ട് പോലും അങ്ങനെ നിർബന്ധിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ പോലും അർഹതയില്ലാത്തതൊന്നും അനുഭവിക്കരുതെന്ന പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പോലും പ്രകടിപ്പിക്കുന്ന സത്യസന്ധതയുടെ ആ ഉജ്ജ്വലമായ നിലപാടുണ്ടല്ലോ, അതാണ് പ്രിയമുള്ളവരെ പ്രവാചകനിൽ നിന്നും ഹിജ്റയിൽ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പാഠം എന്ന് പറയുന്നത്. റസൂലുള്ളാഹിന്റെ ഹിജ്റ ഇതുപോലെ ഒരുപാട് പാഠങ്ങൾ, ഒരുപാട് കാഴ്ചകൾ നമുക്ക് നൽകുന്നുണ്ട്. മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് റസൂലുള്ളാഹിയോടുള്ള അവിടുത്തെ അനുയായികളുടെ ആഴമുള്ള സ്നേഹമാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബറിനെയാണ് റസൂലുള്ളാഹിന്റെ ഹിജ്റ യാത്രയിൽ തന്റെ സഹയാത്രികനായി തെരഞ്ഞെടുക്കുന്നത്. വിശുദ്ധ ഖുർആൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിശേഷിപ്പിച്ചത് രണ്ടിൽ രണ്ടാമൻ എന്നാണ്. സാനിയ സ്നൈൻ, രണ്ടിൽ രണ്ടാമനാണ്. വല്ലാത്ത ആശയമുള്ള ഒരു പ്രയോഗമാണത്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് ഇദ് അഖറജഹുൽ ലദീന കഫറു സാനിയ സ്നൈൻ ഇദ് ഹുമാ ഫിൽ ഗാർ. സൂറത്ത് തൗബയിലെ 40-ാമത്തെ ആയത്തിൽ സിദ്ദീഖുൽ അക്ബർ രണ്ടാമനായി ദീനിലേക്ക് വന്ന വ്യക്തി കൂടിയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം രണ്ടാമനായി ദീനിലേക്ക് വന്ന വ്യക്തിയാണ്. പ്രവാചകനെ വിശ്വസിച്ച പ്രഥമ പുരുഷനാണ്. ഹിജ്റയിൽ പ്രവാചകന്റെ കൂടെ രണ്ടാമനായി റസൂലുള്ളാഹി തെരഞ്ഞെടുക്കുന്നത് സിദ്ദീഖുൽ അക്ബറിനെയാണ്. ഇമാമത്തിലും രണ്ടാമനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ്. പ്രവാചകൻ രോഗബാധിതനായി കിടന്നപ്പോ മദീന പള്ളിയിൽ വിശ്വാസികൾക്ക് ഇമാമാകാൻ വേണ്ടി പ്രവാചകൻ നിശ്ചയിച്ചത് സിദ്ദീഖുൽ അക്ബറിനെയാണ്. അവിടെയും രണ്ടാമനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മദീനയും മക്കയും ഒക്കെ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാഷ്ട്രത്തിന് പ്രവാചകന്റെ ഒന്നാമത്തെ ഖലീഫ സിദ്ദീഖുൽ അക്ബർ പ്രവാചകന്റെ ഒന്നാമത്തെ ഖലീഫയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹത്തിലെ രണ്ടാമൻ. ഇനി മരണാനന്തരവും അന്ത്യവിശ്രമത്തിലും സിദ്ദീഖുൽ അക്ബർ രണ്ടാമനാണ്. മദീനയിൽ നമ്മൾ ചെന്നാൽ ഉംറക്കും ഹജ്ജിനൊക്കെ പോയവർ കണ്ടിട്ടുണ്ടായിരിക്കും. മസ്ജിദുൻ നബവിയുടെ മിമ്പറിനോട് ചേർന്നു റസൂലുള്ളാഹിന്റെ ഖബറിനടുത്ത് രണ്ടാമതായി നമ്മൾ കാണുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണ്. അങ്ങനെയുള്ള സിദ്ദീഖുൽ അക്ബർ സൗർ ഗുഹയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിയുമ്പോൾ ആ മനസ്സിൽ മുഴുവനും നമ്മൾ കാണുന്നത് റസൂലുള്ളാഹിയാണ്. റസൂലുള്ളാഹിന്റെ സുരക്ഷിതത്തെ കുറിച്ച് ചിന്തയാണ്. പ്രവാചകൻ ഗുഹയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സിദ്ദീഖുൽ അക്ബർ ആദ്യം സൗർ ഗുഹയിലേക്ക് കടക്കുന്നു. ഗുഹ പരിശോധിക്കുന്നു, ഗുഹ വൃത്തിയാക്കുന്നു, ഗുഹയുടെ പൊത്തുകളൊക്കെ തുണിക്കഷ്ണങ്ങൾ കൊണ്ട് അടക്കുന്നു. അവിടെ ഇവർ രണ്ടുപേരും കഴിഞ്ഞുകൂടുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങുന്ന സന്ദർഭത്തിൽ സിദ്ദീഖുൽ അക്ബർ ഉറക്കമൊഴിച്ച് തന്റെ പ്രിയപ്പെട്ട ഹബീബിന് കാവലിരിക്കുകയാണ്. മാത്രവുമല്ല, നബിയെ തെരഞ്ഞു വന്ന ശത്രു സംഘത്തിൽപ്പെട്ടവർ ആ ഗുഹാമുഖത്ത് എത്തിയതറിയുമ്പോ സിദ്ദീഖുൽ അക്ബറിന്റെ മുഖം വല്ലാതെ വിളറി വെളുക്കുകയാണ്. വല്ലാത്തൊരു വിവശതയും വല്ലാത്തൊരു വിവരണവുമാവുകയാണ്. സിദ്ദീഖുൽ അക്ബർ സ്വന്തം ജീവിതത്തെ കുറിച്ച് ഓർത്തല്ല പ്രയാസപ്പെടുന്നത്, മറിച്ച് തന്റെ ഹബീബായ പ്രവാചകൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഓർത്തുകൊണ്ടാണ്. തന്റെ മനസ്സിന്റെ വിഷമം, തന്റെ സങ്കടം, തന്റെ ഉള്ളിനെ ഉലക്കുന്ന ആ വികാരം പ്രവാചകനോട് പങ്കുവെക്കുന്നുണ്ട് സിദ്ദീഖുൽ അക്ബർ. ലൗ അന്ന അഹദഹും നദറ തഹത ഖദമൈ ലഅബ്സർനാ യാ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, അവരെങ്ങാനും അവരുടെ കാൽച്ചുവട്ടിലേക്കൊന്ന് നോക്കിയാൽ, ലൗ അന്ന അഹദഹും അവരിൽ ആരെങ്കിലും ഒരാൾ അവരുടെ തന്നെ കാൽച്ചുവട്ടിലേക്കൊന്ന് നോക്കിയാൽ ലഅബ്സർനാ നമ്മളെ കണ്ടുപിടിക്കുമല്ലോ പ്രവാചകരെ. ഇത് പറയുമ്പോ റസൂലുള്ളാഹി സിദ്ദീഖുൽ അക്ബറിനെ ആസ്വദിച്ചു പറയുന്ന ഒരു വർത്തമാനമുണ്ട്. സൂറത്തുൽ തൗബയിൽ അല്ലാഹു പറയുന്നുണ്ട് ആ വർത്തമാനം. മാ വന്നുക യാ അബൂബക്കർ, മാ വന്നുക യാ അബൂബക്കർ ബിഇത്നൈനി അല്ലാഹു സാലിസുഹുമാ.
മൂന്നാമനായി അള്ളാഹു കൂടെയുള്ള രണ്ടുപേരെ കുറിച്ച് അബൂബക്കറെ താങ്കൾ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത്? താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? ഇത് ഖാല ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അങ്ങനെയാണ് സൂറത്ത് തൗബയിൽ അതിനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം തന്റെ സുഹൃത്തിനോട് പറഞ്ഞ സന്ദർഭം, ലാ തഹ്സൻ, ഭയപ്പെടേണ്ട, പടച്ചവൻ നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹുവിന്റെ മഹയത്തിനെ കുറിച്ചുള്ള കരുത്തുറ്റ ബോധ്യമാണത്. ഒരു വിശ്വാസിയുടെ ആത്മവിശ്വാസത്തിന്റെ, ആത്മധൈര്യത്തിന്റെ അടിത്തറയാണത്. പ്രിയമുള്ളവരെ, പടച്ചവൻ തന്നോടൊപ്പം, നമ്മുടെ കൂടെ റബ്ബ് ഉണ്ട് എന്ന ബോധം. മുമ്പ് മൂസ അലൈഹിസ്സലാം ഫറോവയുടെ അടുത്തേക്ക് വലിയൊരു ദൗത്യവുമായി പോകുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമിനെ ആശ്വസിപ്പിച്ചത് തന്റെ മഹീയത്തിനെ കുറിച്ചുള്ള ആ ഒരു കോൺഫിഡൻസ് നൽകിക്കൊണ്ടായിരുന്നു. ഖാല ലാ തഖാഫ ഇന്നനി മഅകുമാ അസ്മഉ വ അറാ, എല്ലാം കണ്ടും കേട്ടും ഞാൻ താങ്കളുടെ കൂടെയുണ്ട്, അതുകൊണ്ട് ധൈര്യമായി പോയിക്കോളൂ. പ്രിയമുള്ളവരെ, ആ ഒരു ആത്മവിശ്വാസമാണ് മഹാനായ മൂസ അലൈഹിസ്സലാം ചെങ്കടലിനടുത്തെത്തുമ്പോ ഫറോവയും അവന്റെ സൈന്യവും പിന്തുടർന്ന സന്ദർഭത്തിൽ അക്ഷരാർത്ഥത്തിൽ ചെകുത്താനും ചെങ്കടലിനും ഇടയിൽപ്പെട്ടപ്പോ ആ മൂസ അലൈഹിസ്സലാം പറയുന്നുണ്ടല്ലോ, ഖാല ഇന്ന മഅഇയ റബ്ബി സയഹ്ദീൻ. സത്യവിശ്വാസികളൊക്കെ ആകെ അലമുറയിട്ടു. യാ മൂസ ഇന്നാല മുദറക്കൂൻ, നമ്മൾ പിടിക്കപ്പെട്ടല്ലോ മൂസ, രക്ഷപ്പെടാൻ വഴിയില്ലല്ലോ. അലറി വരുന്ന തിരമാലകളും ആർത്തലച്ചു വരുന്ന ഫറോവയുടെ സൈന്യത്തെയും കണ്ടുകൊണ്ട് അലറി വിളിച്ച തന്റെ അനുയായികളോട് വളരെ നിസ്സങ്കോചം അക്ഷോഭ്യനായിക്കൊണ്ട് മൂസ അലൈഹിസ്സലാം പറയുന്നുണ്ട്, ഒരിക്കലുമല്ല, കല്ലാ ഇന്ന മഅഇയ റബ്ബി, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, എന്റെ കൂടെയുണ്ട്. ലാ തഖാഫ ഇന്നനി മഅകുമാ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് റബ്ബ് നൽകിയ ഒരു വാഗ്ദാനമുണ്ടല്ലോ. പടച്ചവന്റെ സാമീപ്യത്തെ കുറിച്ചുള്ള, അള്ളാഹുവിന്റെ മഹയ്യത്തിനെ കുറിച്ചുള്ള ആ ഉറച്ച ബോധമാണ്. സൗർ ഗുഹയിലെ പ്രവാചകന്റെ വാക്കുകളും അതാണ് നമ്മൾ കാണുന്നത്. പടച്ചവൻ കൂടെയുണ്ടെങ്കിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലല്ലോ. പടച്ചവന്റെ മഹയ്യത്തിനുള്ള അർഹത വിശ്വാസികൾ നേടണം എന്നതാണ് പ്രിയമുള്ളവരെ ഹിജ്റ നമുക്ക് നൽകുന്ന മറ്റൊരു പാഠം എന്ന് പറയുന്നത്. ആ മഹയ്യത്തിനെ കുറിച്ചുള്ള ബോധം ജീവിതയാത്രയിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ ആർജവത്തോടുകൂടി, അന്തസ്സോടുകൂടിയും അഭിമാനബോധത്തോടുകൂടിയും ആത്മവിശ്വാസത്തോടുകൂടിയും അഭിമുഖീകരിക്കാൻ നമുക്ക് കരുത്ത് നൽകുന്ന ബോധ്യമാണത്. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്റെ റബ്ബ് എന്നെ കൈവടികയില്ല, എന്റെ റബ്ബ് എന്നെ അവന്റെ മാർഗത്തിലൂടെ വഴി നടത്തും. ആ ഒരു ബോധം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പടച്ചവനെ മുറുകെ പിടിച്ചുകൊണ്ട് ആദർശത്തിൽ നിന്നും അണുവിട വ്യതിചലിക്കാതെ മുന്നോട്ട് പോകാൻ കരുത്തു നൽകുന്ന ബോധമാണ്. മറ്റൊന്ന്, എങ്ങനെയുമൊക്കെങ്കിലുമൊക്കെ രക്ഷസാക്ഷിത്വം വരിക്കുക എന്നതല്ല ഒരു വിശ്വാസിയുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും രക്ഷസാക്ഷിത്വം വരിക്കുക എന്നതല്ല ഒരു വിശ്വാസിയുടെ ജീവിത ലക്ഷ്യം. അങ്ങനെ ആയിരുന്നുവെങ്കിൽ റസൂലുള്ളാഹിയും അനുയായികളും മക്കയിൽ വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടിയിരുന്നില്ല. അത് മക്കയിൽ വെച്ച് തന്നെ അവർക്ക് സാധ്യമായിരുന്നു. അതിനുള്ള 10 വർഷം മുമ്പ് തന്നെ അവർക്ക് സ്വർഗത്തിലെത്താമായിരുന്നു. പക്ഷേ അപ്പോ അള്ളാഹുവിന്റെ ദീനിന്റെ അടിത്തറയിൽ ഒരു രാഷ്ട്രം മദീനയിൽ രൂപപ്പെടുകയില്ല. ഒരു നൂറ്റാണ്ടിന്റെ 1/3 കൊണ്ട് ലോകത്തിന്റെ 1/3 ഭാഗത്തേക്ക് ഇസ്ലാമിന്റെ സാമൂഹിക ക്രമം വളർന്നു വികസിക്കുമായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അയച്ച ഒരു നിയോഗ ലക്ഷ്യമുണ്ടല്ലോ പ്രിയമുള്ളവരെ, അത് മക്കയിൽ ഒടുങ്ങേണ്ടതല്ല, മക്കയിൽ നിന്ന് ആരംഭിച്ച് മദീനയിലേക്ക് തുടരേണ്ടതും ലോകം മുഴുവൻ പരക്കേണ്ടതുമാണ് ആ ലക്ഷ്യം. അള്ളാഹു അവന്റെ ദീനിനെ വിജയിപ്പിച്ചെടുക്കുക എന്ന പടച്ചവന്റെ തീരുമാനം സത്യനിഷേധികൾക്ക്, ബഹുദൈവ വിശ്വാസികൾക്കൊക്കെ അതെത്ര തന്നെ അരോചകമായാലും ശരി, അത് ആരുടെയൊക്കെ ഉറക്കം കെടുത്തിയാലും ശരി, പടച്ചവന്റെ തീരുമാനമാണത്. വ്യക്തി മുതൽ രാഷ്ട്രം വരെ, വ്യക്തിയുടെ സ്വകാര്യ ജീവിതം മുതൽ രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ ജീവിതം വരെ, രാഷ്ട്രത്തിന്റെ രൂപീകരണം വരെയുള്ള മനുഷ്യ ജീവിതം കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെയും പടച്ചവന്റെ ദീനിന്റെ നന്മകൾ ജനങ്ങൾക്ക് അനുഭവിക്കുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുക. അങ്ങനെ ദീനിന്റെ നന്മകളെ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും സ്ഥാപിച്ച് നടപ്പിൽ വരുത്തുക. അള്ളാഹുവിന്റെ ദീനിനെ ഭൂമിയിൽ സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. അതിൽ നിങ്ങൾക്കിടയിൽ ഒരു ഭിന്നതയും ഉണ്ടാകേണ്ട കാര്യമില്ല. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഒരുപക്ഷെ ഷഹാദത്തും വേണ്ടി വന്നേക്കാം, ഷഹാദത്തും സംഭവിച്ചേക്കാം. അല്ലാതെ ഷഹാദത്ത്, രക്തസാക്ഷ്യം എന്നത് വിശ്വാസികളുടെ ജീവിത ലക്ഷ്യമല്ല നമ്മൾ തിരിച്ചറിയണം. ജീവിതം അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ സന്നദ്ധമാകുന്ന വിശ്വാസികൾക്ക് അള്ളാഹ് നൽകുന്ന ഉപഹാരമാണ് ഷഹാദത്ത്. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ജീവനും ജീവിതവും ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ച് അഹോരാത്രം മദീനയുടെ തെരുവുകൾ തോറും
തെരുവുകൾ തോറും അലഞ്ഞു നടന്ന് ഇസ്ലാമിക പ്രബോധന മാർഗത്തിൽ തന്റെ ജീവിതം സമർപ്പിച്ചു. അവസാനം ഉഹദ് രണാങ്കണത്തിൽ പ്രവാചകനെ ഒറ്റക്ക് നിന്ന് പ്രതിരോധിച്ചു. റസൂലുള്ളാഹിന്റെ നേർക്ക് വന്നിരുന്ന സകല അമ്പുകളും സ്വന്തം ശരീരം കൊണ്ട് ഏറ്റുവാങ്ങി. അങ്ങനെയാണ് ബിസ്മത്ത് റളിയല്ലാഹു അൻഹു ഷഹാദത്തിന്റെ ഉന്നതമായ പദവിയിലേക്ക് നടന്നു കയറുന്നത്. ജീവിതം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുമ്പോ, ജീവിതം കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ സാക്ഷ്യം നിർവഹിച്ചപ്പോ അള്ളാഹ് അതിന് നൽകിയ വലിയ ആദരവും പരിഗണനയുമായിരുന്നു സഹാബികളുടെ ഷഹാദത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഹിജ്റയിൽ നിന്ന് ആധുനിക ലോകം പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. വിശ്വാസികൾ പകർത്തേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. മദീനയിലെ അൻസാറുകൾ നമുക്ക് നൽകിയ വലിയ പാഠമുണ്ട്. മക്കയിൽ നിന്നും വെറും കൈയോടുകൂടി വന്നവരെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചവരായിരുന്നു മദീനയിലെ വിശ്വാസികൾ. വെറും കൈയോടുകൂടി മക്കയിൽ നിന്നും വന്നവരെ ഇരുകൈ നീട്ടി സ്വീകരിച്ച അൻസാറുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിശ്വാസികൾക്കിടയിൽ സാഹോദര്യ ബന്ധം സ്ഥാപിക്കുകയാണ്. കൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ സഹോദരങ്ങളായി തീരുക, അള്ളാഹുവിന്റെ അടിയാറുകളായ സഹോദരങ്ങളായി തീരുക. അൻസാറുകൾ എന്ന് ചരിത്രം വിശേഷിപ്പിച്ച പ്രശംസിച്ച ജനതയെ മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളുമായി സാഹോദര്യ ബന്ധത്തിന്റെ പാശത്തിൽ കൂട്ടിച്ചേർത്തു റസൂലുള്ളാഹ്. സ്വത്ത് പകുത്തു നൽകിയും 2 ഭാര്യമാരുള്ളവർ ഒരു ഭാര്യ വിവാഹമോ തലാഖ് ചെയ്ത് മുഹാജിറുകൾക്ക് നൽകിയും ആ ആദർശ ബന്ധത്തിന്റെ ആഴവും കരുത്തും മദീനയിലെ മദീനയിലെ അൻസാറുകൾ പ്രകടിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ സത്യവിശ്വാസികൾക്കിടയിൽ ഈ ആദർശ സാഹോദര്യത്തിന്റെ മഹത്തായ ബന്ധം വളർന്നു വന്നിടത്താണ് ബദറും ഉഹദും ഫതഹും മക്കയും ഒക്കെ ഉണ്ടാകുന്ന നമ്മൾ മനസ്സിലാക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫ കഅന്നഹും ബുനിയാനും മർസൂസ്. അല്ലാഹ് ഇഷ്ടപ്പെടുന്ന വിശ്വാസികൾ എന്ന് പറയുന്നത് പടച്ചവന്റെ മാർഗത്തിൽ അണിയണിയായി നിന്നുകൊണ്ട്, ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിന്നുകൊണ്ട് പടച്ചവന്റെ മാർഗത്തിൽ പണിയെടുക്കുന്നവരെയാണ്. ആധുനിക ലോകത്തും വിശ്വാസത്തിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ദീൻ അംഗീകരിച്ചതിന്റെ പേരിൽ പിറന്ന നാട്ടിൽ നിന്നും പുറത്താക്കപ്പെടുന്ന ജനലക്ഷങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയും ഒരുപാട് പാഠങ്ങൾ വിശ്വാസികൾക്ക് പകർന്നു നൽകുന്നുണ്ട്. സ്വന്തം ഭൗതികമായ താല്പര്യങ്ങളും പ്രതിയോഗികളുടെ കുതന്ത്രങ്ങളും കാരണമായി ദൗത്യം മറന്നുപോയ, ഭിന്നിച്ച് ശിഥിലമായി കൊണ്ടിരിക്കുന്ന, അതുവഴി അവഗണനയുടെ ആഴവും ദുരന്തവും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന മുസ്ലിം ലോകത്തിന് പ്രിയമുള്ളവരെ പഠിക്കാനും പകർത്താനുമുള്ള ഒരുപാട് പാഠങ്ങൾ പ്രവാചകനും അനുയായികളുടെയും ഹിജ്റ നമുക്ക് ബാക്കി വെക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കേവലമായ ദുനിയവിയായ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്നല്ല, ക്ഷണികമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ആദർശ സഹോദരങ്ങളെ ഒറ്റുകൊടുക്കുന്ന, അല്ലെങ്കിൽ അവർക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്നിടത്തോളം ഈ സമുദായത്തിന്റെ ശൈഥില്യവും അകൽച്ചകളും ഒക്കെ വർദ്ധിച്ചു വരുന്ന കാലത്ത് എന്നല്ല, വിശ്വാസികൾക്ക് ഒരു നോമ്പെടുക്കുന്ന വിഷയത്തിൽ പോലും, മുഹറം നോമ്പെടുക്കുന്ന വിഷയത്തിൽ പോലും കൃത്യമായി ഏകോപിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ സന്നദ്ധമല്ലാത്ത ഒരു കാലത്ത് തങ്ങളുടേതായ ഈഗോയിൽ സംഘടനാ താല്പര്യം സമുദായ താല്പര്യത്തെക്കാളും ദീനീ താല്പര്യത്തെക്കാളും ഒക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ മത നേതൃത്വങ്ങൾക്കും ഈ ഹിജ്റയിൽ നിന്ന് പ്രവാചകൻ വിശ്വാസികൾക്കിടയിൽ സ്ഥാപിച്ച ഈ ഐക്യത്തിൽ നിന്ന്, സാഹോദര്യത്തിന്റെ അടിത്തറയിൽ റസൂലുള്ളാഹി സ്ഥാപിച്ച ഒരു സാമൂഹിക ക്രമത്തിൽ നിന്ന് പലതും പഠിക്കാനും പകർത്താനുമുണ്ട്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജ്റയാകുന്ന മഹാത്യാഗത്തിൽ നിന്നും ഈ കാലഘട്ടത്തിലെ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് പഠിക്കാനും പകർത്താനുമുള്ള പാഠങ്ങൾ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും ജീവിത വഴിയിൽ അത് പ്രയോജനപ്പെടുത്താനുമുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും, സമുദായത്തിനും സമുദായ നേതൃത്വത്തിനും ഒക്കെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.